അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീൻ ബില്ലാഹി അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, സി.എച്ച്. മുസ്തഫ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഷളാക്കാവുന്ന രീതിയിലാണ് മുഹദ്ദിസുകൾ അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുള്ളത് എന്നതിന് തെളിവായിട്ട് അതേ അവസരം തൻ്റെ വലിയ ധാർമ്മിക രോഷം പ്രകടിപ്പിക്കാൻ നബിയോടുള്ള സ്നേഹം കണ്ട് തിളച്ച് മറിഞ്ഞിട്ട് മുസ്തഫക്ക് നിൽക്കക്കള്ളില്ല. ആ നിലക്ക് മുസ്തഫ ഉദ്ധരിക്കുന്നൊരു ഹദീസ് ഇതാണ്. അൻ ജാബിർ റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഅ ഇംറഅതൻ. ജാബിറിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ത്രീയെ കണ്ടു. ഫഅത ഇംറഅതഹു സൈനബ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ഭാര്യ സൈനബിൻ്റെ അടുത്ത് ചെന്നു. വഹിയ തംഇസു മനീഅത്തൻ. സൈനബ് അവിടെ തോല് ഊറക്കിടുകയായിരുന്നു. ഇവിടെ മുസ്തഫ പറയുന്നത് വസ്ത്രം കഴുകുകയായിരുന്നു എന്നാണ്. ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത് ഇമാം മുസ്ലിമും തുർമുദിയാണ്. ഇമാം മുസ്ലിം ഇത് 3 പാഠങ്ങളായിട്ട് ഉദ്ധരിച്ചിട്ടുണ്ട്. തുർമുദി ഒരു പാഠമാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. ഇതിലൊന്നും തന്നെ വസ്ത്രം അലക്കായിരുന്നു എന്ന് ആ ഹദീസിൽ എവിടെയും കാണാൻ കഴിയില്ല. തോല് ഉറക്കിടുന്നതായിട്ടാണ് ഹദീസിലൊക്കെ ഉള്ളത്. അപ്പോൾ മുസ്തഫയ്ക്ക് എവിടുന്ന് അത് കിട്ടിയത്? ഒന്നുകിൽ ഈ തംഇസു മനീഅത്തൻ എന്നുള്ളതിൻ്റെ അർത്ഥം നമ്മളെ മുസ്തഫയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. മൂപ്പർ പറയണത് ഇതൊന്നും ആരും നിങ്ങളെ എന്താണ് പള്ളിയിൽ പ്രസംഗിക്കുന്ന ഖത്തീബുമാർ ഈ ഹദീസുകളൊന്നും കാണാറില്ല. അവർ ബർക്കത്തിന് വേണ്ടി അതൊക്കെ ഓതാറുള്ളൂ. ഞാനാണ് ഇതൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ളതെന്നാണ്. ഈ അഹങ്കാരമാണ് യഥാർത്ഥത്തിൽ മുസ്തഫ ഈ പരുവത്തിലെത്തിച്ചിട്ടുള്ളത്. എന്നാൽ ആ വാക്കിന് ഹദീസിൽ ഉദ്ധരിച്ച വാക്കുകൾക്ക് അതിൻ്റെ ശരിക്കുള്ള അർത്ഥം പറയാൻ അയാൾ പഠിച്ചിട്ടുണ്ടോ? അതോ പഠിച്ചിട്ടുമില്ല. എന്നിട്ടാണ് നാട്ടിലുള്ള എല്ലാ പണ്ഡിതന്മാരെയും അവർക്കൊന്നും തിരിയില്ല, താൻ മാത്രമാണ് എല്ലാം പഠിച്ച മഹാപണ്ഡിതൻ എന്നുള്ളവർക്ക് മുസ്തഫ സ്വയം ഞെളിയുന്നത്. ആട്ടെ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖളാ ഹാജതഹു. നബി സൈനബ് തോല് ഉറക്കിട്ട് കൊണ്ടിരിക്കുമ്പോൾ സൈനബിനെ വിളിച്ചു വരുത്തി തൻ്റെ ലൈംഗികമായിട്ടുള്ള ദാഹം തീർത്തു. എന്നിട്ട് സുമ്മ ഖറജ ഇലാ അസ്ഹാബിഹി. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവിടെ മുസ്തഫ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഉടനെ എന്ന് പറയണം. യഥാർത്ഥത്തിൽ സുമ്മ എന്നുള്ളതിന് അങ്ങനെ ഒരു അർത്ഥം തന്നെയല്ല. സുമ്മ പറഞ്ഞാൽ പിന്നീട്, അത് ഉടനെ ആവാം, കുറച്ച് കഴിഞ്ഞിട്ടും ആവാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരോട് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കാണുകയും ആ സ്ത്രീയിൽ അനുരക്തനാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് സഹാബിമാരോട് പറയാണ്. അത്രേ ആ ഹദീസിന് അർത്ഥമുള്ളൂ. അല്ലാതെ നബി ഉടനെ തന്നെ പോയിട്ട് സഹാബിമാരൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നല്ല ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് അറബി ഭാഷ അറിയുന്ന ആർക്കും അറിയാം. മുസ്തഫയെ പോലുള്ള മഹാപണ്ഡിതന്മാർക്ക് അത് തിരിയില്ലെങ്കിൽ അത് അറബി ഭാഷയുടെ കുറ്റമല്ല, ഈ മഹാപണ്ഡിതന്മാരുടെ കുറ്റമാണെന്ന് നമുക്ക് കാണാൻ കഴിയുള്ളൂ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരോട് പറഞ്ഞത് ഫഖാല ഇന്നൽ മർഅത തുഖ്ബിലു ഫീ സൂറത്തി ശൈത്താനിൻ വ തുദ്ബിറു ഫീ സൂറത്തി ശൈത്താൻ. ഇവിടെയാണ് മുസ്തഫ പിന്നെ പിടികൂടിയിട്ടുള്ളത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഹദീസിൽ പരിശോധിച്ചാൽ ഇതുപോലുള്ള ഒരുപാട് പ്രയോഗങ്ങൾ കാണാം. മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കാൻ പോകുന്ന ചില സംഗതികൾ, അതിനെ സംബന്ധിച്ച് ശൈത്താൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പ്രയോഗമാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ചിട്ടുള്ളത്. അല്ലാതെ സമൂഹത്തിലെല്ലാ പെണ്ണുങ്ങളെയും ശൈത്താന്മാരായിട്ട് തിരയിക്കല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ടത് എന്താണ്? വൈദാ അബ്സറ അഹദുക്കും ഇംറഅത്തൻ വല്യഅതി അഹ്ലഹു. ഈ രീതിയിൽ ആരെങ്കിലും ഒരു പെണ്ണിനെ കാണുകയും ആ പെണ്ണ് അയാളെ ആകർഷിക്കുകയും ചെയ്താൽ അയാൾ തൻ്റെ ഭാര്യയെ പോയി സമീപിക്കുക. ഫൈന ദാലിക, തൻ്റെ ഭാര്യയെ സമീപിക്കുക എന്നുള്ളതാണ് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന സംഗതി പറഞ്ഞത്.
ഫൈനദാലിക്ക യറുദ്ദു മാഫി നഫ്സിഹി എന്ന് പറയുന്നുണ്ട്. അതോടുകൂടി അയാളുടെ മനസ്സിലുള്ള ഈ സ്ത്രീയോടുള്ള താല്പര്യം അയാൾക്ക് പിന്നെ ഒഴിവായി കിട്ടും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇതിൻ്റെ തന്നെ മറ്റൊരു റിപ്പോർട്ടിലുള്ളത് എന്താണ്? ഇവിടെ കേവലം കാണുക എന്നത് മാത്രമാണോ സംഭവിച്ചത്? ഇതാ അഹദക്കും അഅജബത്തുഹുൽ മർഅത്തു ഫവഖഅത് ഫീ ഖൽബിഹി എന്നാണ് മുസ്ലിമിൻ്റെ തന്നെ 1403 10ാമത്തെ നമ്പർ 1403. അതിൽ 3 ഹദീസുണ്ട്. 1403ാമത്തെ നമ്പറിൽ 3 ഹദീസുണ്ട്. അതിൽ ഒരു റിപ്പോർട്ടിലുള്ളതാണ് ഇതാ അഹദുക്കും അഅജബത്തുഹുൽ മർഅത്തു, ഒരു സ്ത്രീ നിങ്ങളെ ആകർഷിച്ചാൽ എന്നാണ് അവിടെ പ്രയോഗം. അപ്പോൾ ഇവിടെ കേവലം സ്ത്രീയെ കാണുക എന്നുള്ളതല്ല, ആ സ്ത്രീ തൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയും അങ്ങനെ പിന്നെ തനിക്ക് വൈകാരികമായിട്ടുള്ള ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്താൽ ചെയ്യേണ്ടതെന്താണ് എന്നാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാകാമോ എന്നാണ്. അതാണ് മുസ്തഫ വലിയ വികാരഭരിതനായിട്ട് പറയുന്നത്. ഇവിടെ 2-3 സംഗതി ചോദ്യങ്ങൾക്ക് നമ്മൾ മറുപടി കാണേണ്ടതുണ്ട്. ഒന്ന്, ഇസ്ലാം സെക്സ് കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് മനുഷ്യൻ്റെ ജീവിതത്തിൽ അവനെ പഠിപ്പിച്ചെടുക്കേണ്ടുന്ന അതിലെ ശരിയും ശരികേടും പഠിപ്പിച്ചെടുക്കേണ്ട ഒരു വിഷയമാണോ സെക്സ് എന്നുള്ളത് ഒന്നാമതായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതല്ല ഇസ്ലാം തീരെ കൈകാര്യം ചെയ്യാതെ വിട്ടിട്ടുള്ളൊരു സംഗതിയാണോ? രണ്ടാമത്തേത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള വല്ല വിചാരങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ? അതും ആലോചിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ എന്നത് മാറ്റി നിർത്തിയാൽ അദ്ദേഹം ഒരു മനുഷ്യനാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള സാധാരണ മനുഷ്യരുടെ ഈ വിചാരങ്ങളൊക്കെ ഉണ്ടാവാം. അങ്ങനെ ഉണ്ടായാൽ അവിടെ എന്ത് ചെയ്യണമെന്ന് ഇസ്ലാം പഠിപ്പിക്കേണ്ടതുണ്ടോ? അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയാവേണ്ടതുണ്ടോ? അവിടെ അങ്ങനെ പരിശോധിച്ചാൽ അവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയാവേണ്ടതുണ്ട് എന്നാണ് ഖുർആനും ഹദീസും മനസ്സിലാക്കിയാൽ. ഹദീസ് തള്ളിയാൽ പോലും ഖുർആൻ മനസ്സിലാക്കിയാലും അങ്ങനെ തന്നെയാണ് മനസ്സിലാവുക. കാരണം ആ രംഗത്തൊക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമൂഹത്തിന് മാതൃകയാണ്. അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഒരു മനുഷ്യനെ, ഒരു പുരുഷനെ ഒരു സ്ത്രീ ആകർഷിക്കുന്നു, അവളോട് വലിയ വൈകാരികത തോന്നുന്നുവെങ്കിൽ അവിടെ ആ പുരുഷൻ ചെയ്യേണ്ടത് എന്താണ്? ഇന്ന് നാട്ടിൽ നടക്കുന്നത് പോലെ അവളെ കയറി പിടിക്കുകയോ മറ്റോ ചെയ്യാണോ വേണ്ടത്? അതോ അയാളുടെ കാമപൂർത്തി മറ്റു രീതിയിൽ പൂർത്തീകരിക്കുകയാണോ വേണ്ടത്? ഇത് ഇസ്ലാം പഠിപ്പിക്കേണ്ടതുണ്ടോ ഇല്ലേ? ഇതിന് മുസ്തഫയ്ക്ക് എന്ത് മറുപടിയാണ് പറയാനുള്ളത്? അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ല മാതൃകയും പറയേണ്ടതുണ്ടോ, കാണിക്കേണ്ടതുണ്ടോ? അപ്പോൾ ഖുർആനും ഹദീസും പരിശോധിച്ചാൽ അവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മാതൃക കാണിക്കണം എന്ന് തന്നെയാണ് പറയാൻ കഴിയുക.